യെന്ന് യേശു പറഞ്ഞ പ്രസ്താവനകൾ പോലെ AD 70 മുമ്പേ 70 കൂടെ ആ ദേവാലയം പൂർണ്ണമായി പൊളിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. ഇനി യഹൂദന് ഒരു ദേവാലയം ആ സ്ഥാനത്ത് വരണം. ആ പണിയപ്പെടുവാൻ പോകുന്ന ദേവാലയവും കൂടെ അപമാനിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം. അതോടെ യഹൂദൻ തീർന്നു. ഇതിനിടയ്ക്ക് ദീർഘമായ 2000 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ദൈവത്തിൻ്റെ പരന്തിറ്റിക്കൽ പീരീഡ്സ് എന്നതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം, അല്ലെങ്കിൽ പടജ്ജനത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ അടുത്ത് നടക്കുന്ന മൂന്നാമത്തെ ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇത് കഴിഞ്ഞാൽ ഉടനെ ഒരു ഫൈനൽ ഗവൺമെൻറ് വരാനുണ്ട്. ഒന്നുകൂടെ വിശദമായി ഞാനത് കൊണ്ടുപോകും. അന്ന് വരാനുണ്ട് ദ പ്രിൻസ് ആഫ്റ്റർ ദ ചർച്ച് ഏജ്, സഭായുഗത്തിന് ശേഷം വെളിപ്പെടുവാൻ പോകുന്ന ഭരണാധികാരി. അക്കോർഡിംഗ് ടു ദി അപ്പോയിൻറ്റഡ് ടൈം ആസ് പെർ ദ സൈൻ ഷോൺ ഇൻ ദ സ്കൈ. ഒരുപാട് അടയാളങ്ങൾ ആകാശത്ത് കാണും. ഇതെല്ലാം വേദപുസ്തക പ്രവചനങ്ങളാണ്. യോവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചന്ദ്രൻ രക്തനിറമായി മാറിയ ശേഷം, ചന്ദ്രൻ രക്തനിറമായി നിൽക്കുമ്പോൾ ഒരു ഭരണം രൂപീകരിക്കപ്പെടും. അതൊക്കെയാണ് ബ്ലഡ് മൂൺ മുഖേന സംഭവിച്ചത്. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല. ഉൽപ്പത്തി 1:14, യോവേൽ 2:31, മത്തായിയുടെ സുവിശേഷം 24:29, അപ്പോസ്തല പ്രവർത്തനം 2:20, വെളിപ്പാട് പുസ്തകം 6:12. ഈ ഭാഗങ്ങളൊക്കെ ഇതിലേക്ക് അല്പാൽപമായി വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങളാണ്. അതിനെ ചേർത്ത് വായിച്ചാൽ നാം നിൽക്കുന്ന കാലഘട്ടം എന്ന് കിട്ടും. ഇത് യൂട്യൂബിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എളുപ്പം പറഞ്ഞു വിടുന്നത്. 9:26-27 പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം ഉണ്ടാകും. അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, അതിൽ 27ാമത്തെ വാക്യത്തിൽ അല്പം ഗൗരവമായി, അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആ ഭാഗം ഒന്ന് വിശദീകരിക്കണം. 27ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അവൻ ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇതൊക്കെ ഭയങ്കര കാര്യങ്ങൾ നട്ഷെല്ലിൽ ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ ദാനിയേൽ പ്രവാചകന് കൊടുക്കുകയാണ്. ദാനിയേൽ പ്രവാചകനെ പല പ്രാവശ്യം ഇട്ട് ഉപവസിപ്പിച്ച് ദൈവത്തിന് തന്നോട് ഇടപെടാവുന്ന രൂപത്തിൽ ദൈവമാക്കിയെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ഗൗരവത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ദാനിയേൽ പ്രവാചകനെ ഏതാണ്ട് 14ാമത്തെ വയസ്സിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബാബേലിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുപോയി. ബാബേലിലുള്ള പ്രത്യേക വസ്ത്രങ്ങളും പ്രത്യേക ആഹാരവും കൊടുത്ത് ബാബേലിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടു നടത്തി ബാബേലിലെ രാജകുടുംബത്തിലെ വലിയവരിൽ ഒരുവനാക്കുവാൻ, അല്ലെങ്കിൽ ഭരണത്തിലെ വലിയവരിൽ ഒരുവനാക്കുവാൻ വേണ്ടി ബേൽഷസ്സർ ചക്രവർത്തി ശ്രമിച്ചുകൊണ്ടിരിക്കവേ ദാനിയേൽ പറഞ്ഞു, ഞാൻ ഇവിടുത്തുകാരനല്ല, അടിമയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഞാൻ കഴിക്കത്തില്ല, നിങ്ങൾ കുടിക്കുന്ന പാനീയം കുടിക്കത്തില്ല. രാജഭോജനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ പദം ഉപയോഗിക്കാതെ അദ്ദേഹത്തിന് ചുമതലപ്പെട്ടവനായ ഷണ്ണാധിപൻ്റെ അടുക്കൽ ചെന്ന്, ഷണ്ണാധിപൻ എന്ന് പറയുന്നത് കൊണ്ട് രാജകൊട്ടാരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി രാജാവ് നിയമിക്കുന്ന ആളുകളെ ഷണ്ണന്മാരെന്ന് വിളിച്ചിരുന്നു. ഷണ്ണന്മാരായി ജനിച്ചവർ കണ്ടേക്കാം, അല്ലെങ്കിൽ ഷണ്ണന്മാരാക്കപ്പെട്ടവർ കണ്ടേക്കാം. ഇവരെ ഷണ്ണന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ പെൺകുട്ടികളും വന്നെന്ന് പറയാം, ആൺകുട്ടികളും വന്നെന്ന് പറയാം. ഓരോരുത്തരോടും ഇടപെടുമ്പോൾ ഏറ്റവും മാന്യമായി ഇടപെടേണ്ടതിന് വേണ്ടി പലരെയും ഷണ്ണന്മാരാക്കിയ ശേഷം മാത്രമേ അവിടെ ആക്കാറുള്ളൂ, അല്ലെങ്കിൽ ഷണ്ണന്മാരായിരുന്നു. ആത്മീയരും 100% ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം. രാജഗ്രഹത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വേണം. ഇതെൻ്റെ അധികാരമാണ്, എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എൻ്റെ സ്വകാര്യമാണെന്നൊക്കെ പറഞ്ഞ മോനെ, അങ്ങനെയുള്ളൊരു വീടുകളിൽ ഇരിക്കുക, രാജകൊട്ടാരത്തിലേക്ക് വരരുത്, രാജാവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റത്തില്ല. രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്ന പേരാണ് ഷണ്ണന്മാർ. അങ്ങനെയുള്ള ഷണ്ണന്മാരുടെ മേലധികാരിയായിരുന്ന ഷണ്ണാധിപൻ്റെ അടുക്കൽ ദാനിയേൽ ചെന്നേച്ച് പറഞ്ഞു, ഞങ്ങളോട് കരുണ ചെയ്ത്, ഞാൻ നിൻ്റെ തിന്നത്തിലിടാന്നല്ല പറഞ്ഞത്, ഞങ്ങളോട് കരുണ ചെയ്ത് ഒരു 10 ദിവസത്തേക്ക് ഒരു പരീക്ഷണത്തിനായി രാജഭോജനം ഞങ്ങൾക്ക് തരാതെ, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് ഞങ്ങൾക്ക് തരാതെ, ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ആഹാരവും പച്ചവെള്ളവും മാത്രം തന്നാൽ ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചാലും. അങ്ങനെ 10 ദിവസം പരീക്ഷിച്ചതോടെ അവർ കൊള്ളാവുന്നവരായി എന്ന് കണ്ടു. വേറൊരു ഭാഷയിൽ ദാനിയേലിൻ്റെ ഉപവാസക്രമം 14ാമത്തെ വയസ്സിൽ താൻ അടിമയായി പിടിക്കപ്പെട്ടത് മുതൽ തുടങ്ങിയതാണ്.
അന്ന് മുതൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതുകൊണ്ട് മീഖായേലിനും എബ്രിയേലിനും മറ്റും നേരിട്ട് ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ അറിയിക്കത്തക്കവണ്ണം ഒരാത്മീക പുരുഷനായി വളർത്തി. ഞാനിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും പറയാറുള്ള ഒന്നാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ചെറുപ്പം മുതലേ കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുത്ത് നടത്തേണ്ട രീതികളിൽ അവരെ നടത്തിയാൽ ലോകത്തിൻ്റെ പാട്ട് പഠിപ്പിച്ചതും ലോകത്തിൻ്റെ ഡാൻസ് പഠിപ്പിച്ചതുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന ഈ തലമുറയിൽ ദൈവസാന്നിധ്യം വീണ്ടെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. ദാനിയേൽ അപ്രകാരമുള്ള ഒരാളായിരുന്നു. ദാനിയേലിൻ്റെ പ്രവചനകാലത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഹെബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന അദ്ദേഹത്തിന് സന്ദേശങ്ങൾ കൈമാറും. ഹെബ്രിയേൽ എന്നത് സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ ചുമതല നോക്കുന്നയാളാണ്. ദൈവത്തിന് ഏതെങ്കിലും പ്രധാനമായൊരു വിഷയം ഒരുവനെ അറിയിക്കണമെങ്കിൽ ഹെബ്രിയേലിനെ പറഞ്ഞയക്കുമായിരുന്നു. നമ്മുടെ ആരുടെയും അടുക്കൽ ഹെബ്രിയേൽ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പ്രവാചകന്മാരോട് സംസാരിക്കുന്നത് ഹെബ്രിയേൽ അല്ല, പരിശുദ്ധാത്മാവ. എന്നാൽ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ അതുപോലെ ഗൗരവമേറിയ ദൈവാലോചനകൾ കൈമാറണമെങ്കിൽ ഹെബ്രിയേൽ നേരിട്ട് ഇറങ്ങി വരും. വ്യക്തിപരമായി പല ദൂതന്മാരെ കണ്ടിട്ടുള്ളവരുണ്ട്, അവർക്കൊക്കെയായി സ്തോത്രം. ഹെബ്രിയേൽ ഇറങ്ങി വന്ന് ദാനിയേലിനോട് അന്ത്യകാലത്തെക്കുറിച്ച് വിശദീകരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രഭു എഴുന്നേറ്റ് വരും. യേശുവിൻ്റെ മരണശേഷം സഭായുഗത്തിന് ശേഷം, അതെല്ലാം സൂചനകൾ മാത്രമേ ഉള്ളൂ, സഭായുഗത്തിന് ശേഷം ഒരു യെരൂശലേം നശിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു പ്രഭു എഴുന്നേറ്റ് വരും, ഒരു അന്ത്യലോക പ്രഭു. ആ പ്രഭുവിൻ്റെ കൂട്ടത്തിൽ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഞാൻ ഒരുപാട് ഇടത്തുനിന്ന് വാക്യങ്ങൾ എടുത്ത് ചുരുക്കി പറയുകയാണ്. ഉഗ്രബുദ്ധിയും ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, വേദപുസ്തക ഭാഷയിൽ ഒരു പ്രഭു എന്ന് പറഞ്ഞ ഒരു ഭരണവിഭാഗം ഉണ്ടാകും ഈ എതിർ ക്രിസ്തുവിൻ്റെ അന്തിമ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. അവർ വന്ന് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ഇത് ഒരു റിവിഷൻ കൂടെയാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ കണ്ടമാനം അനുഭവിക്കും. അന്ന് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കും. തീപിടുത്തങ്ങൾ, ഭൂകമ്പങ്ങൾ, മലകൾ ഇടിഞ്ഞു വീഴുന്നത് എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡിങ് മുതലായി ഇന്ന് വർദ്ധിച്ചു വരുന്ന പലതും വേദപുസ്തകം നേരത്തെ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ വരും. ജനം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് മാറും. ആറ്റമിക് എനർജിയുടെ പ്രസരം അതിഗംഭീരമാകും. ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. എല്ലാം കൊണ്ടും വ്രണങ്ങൾ കൊണ്ട് മനുഷ്യൻ ബാധിക്കപ്പെടും. പെട്ടെന്ന് ചികിത്സയില്ലാത്ത രോഗങ്ങൾ ഉയർന്നു വരുന്നതിനാൽ ജനം ബാധിക്കപ്പെടും. ഇങ്ങനെ ആകെ കറങ്ങി നിൽക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ നിർത്തലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധികാരി എഴുന്നേറ്റ് വരും, പരമാധികാരി. ഉദാഹരണത്തിന് വേണ്ടി അമേരിക്കയുടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ, വൈറ്റ് ഹൗസ് സിംഹാസനമെന്നാണ് തിരുവചന ഭാഷ, ഇരിക്കുവാൻ വേണ്ടി ഇന്നത്തെ വ്യക്തി കയറി വന്നതോടുകൂടെ പല യുദ്ധങ്ങളും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തത് നിങ്ങളും ഞാനും കണ്ടതാ. ഒരു പരമാധികാരി പലതും വിളിച്ചു പറഞ്ഞാൽ വല്ലതും ഒക്കെ നടക്കും. എൻ്റെ അറിവിൽപ്പെട്ട ഒരു കുടുംബത്തിൽ, അയൽവക്കത്തുള്ള ഒരു കുടുംബത്തിൻ്റെ ശല്യം വല്ലാതെയായ സാഹചര്യത്തിൽ, സാംഗ്ലിയാന സാറ് അന്ന് കസേറയിൽ ഉണ്ടായിരുന്നു. തിരുവചന ഭാഷയിൽ അന്ന് അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് തീരെ പ്രായമായി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഞാൻ കണ്ടു. താങ്ക് യു സുനിൽ, അയച്ചു തന്നതിനായി നന്ദി. ഓക്കെ, അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്ന ഒരു കാലം. ഒരു ദിവസം ഈ പീഡിപ്പിക്കപ്പെടുന്ന കുടുംബം അദ്ദേഹത്തെ ചെന്ന് പേഴ്സണലി കണ്ടു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. അദ്ദേഹത്തെ ചെന്ന് കണ്ടേച്ച് പറഞ്ഞു, അയൽവക്കക്കാരുടെ പ്രശ്നം ഭയങ്കരമാണ്, പിടിച്ചു നിൽക്കാൻ ഒരു മാർഗവുമില്ല സാറേ, എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. അദ്ദേഹം കൂടുതലൊന്നും ചെയ്തില്ല. ആരോടോ പറഞ്ഞു, ആ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് തന്നേക്കാൻ പറഞ്ഞു. ഡയൽ ചെയ്തിട്ട് അദ്ദേഹത്തെ പേഴ്സണലി സാംഗ്ലിയാനാസ് അദ്ദേഹത്തോട് സംസാരിച്ചു പറഞ്ഞു, ഇനി അങ്ങേ വീട്ടിൽ നിന്ന് കംപ്ലൈൻറ്റ് വരില്ല. അവൻ പറഞ്ഞു, സാറേ ഞാനൊന്നും ചെയ്തില്ല, എനിക്കറിയണ്ട. ഇനി അവിടുന്ന് കംപ്ലൈൻറ്റ് വന്നാൽ നീ ആ വീട്ടിൽ താമസിക്കത്തില്ല, ജയിലിലായിരിക്കും താമസിക്കുന്നത്. ഒറ്റ വാചകം. അതിനുശേഷം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അധികാരമുള്ളവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അതിനൊരർത്ഥമുണ്ട്. ലോകത്തിൻ്റെ മേൽ അധികാരം നടത്തുവാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്, ഒരു പ്രഭു, അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമം ചെയ്യും, യുദ്ധങ്ങൾ നിർത്തും. പക്ഷെ അതോടുകൂടെ അവിടെയും ഇവിടെയും ഒരുപാട് കോംപ്രമൈസ് നടക്കും. അതിനെ തുടർന്ന് യെരൂശലേമിലെ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് പണി കഴിയപ്പെടും. വരുവാനിരിക്കുന്ന പടജ്ജനം, ഇതാണ് ഒരു സെൻട്രൽ മാർക്കായി തിരുവചനം തരുന്നത്.
ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു ചക്രവർത്തി, ഒരു ഭരണം എഴുന്നേൽക്കുകയും പലരോടും ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കുകയും ചെയ്യും. ആ ഒരാഴ്ചവട്ടത്തെ മഹോദ്രവത്തിൻ്റെ സമയം എന്ന് വിളിക്കാം. നമ്മളതിൻ്റെ വക്കത്താണ്. അതോടുകൂടെ യേശുവിൻ്റെ വരവുണ്ടാകും. യേശുവിൻ്റെ വരവ് മഹോദ്രവത്തിന് മുൻപിലാണ് എന്ന് പെന്തക്കോസ്ത് സഭകൾ വിശ്വസിക്കുന്നു. എനിക്കും ആ അഭിപ്രായമുണ്ട്, അല്ല, ആ വിശ്വാസമുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ വാദിക്കുന്നതല്ല, സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകും. എന്നാൽ ഇത് രണ്ടും കൂടെ ശരിയാകുന്ന ഒരു പദപ്രയോഗമാണ് മഹോദ്രവത്തിൻ്റെ മധ്യത്തിൽ. മഹാ ഉപദ്രവമെന്ന് പറയുന്നത് 7 വർഷത്തേക്കാണ്. അതിനെ ആദ്യത്തെ 7 വർഷമെന്നും രണ്ടാമത്തെ 7 വർഷമെന്നും വ്യക്തമായി ബൈബിൾ വേർതിരിക്കുന്നുണ്ട്. ആദ്യത്തെ 7 വർഷം പീഡകളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും ആദ്യത്തെ 3.5 വർഷം കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുവെങ്കിലും മനുഷ്യന് പിടിച്ചു നിൽക്കത്തക്ക ഒരു സാഹചര്യം കൂടെ കാണും. രണ്ടാമത്തെ 3.5 വർഷം അങ്ങനെയല്ല. ഭൂമി ഉണ്ടായത് മുതൽ ഇന്നുവരെയുള്ള സകലതിലും വലിയ കഷ്ടപ്പാടുകളായിരിക്കും. ആ 3.5 വർഷം വീതമുള്ള 2 അർദ്ധഗോളങ്ങളായി അതിനെ തിരിക്കുന്നതോടുകൂടെ അതിൻ്റെ മധ്യബിന്ദുവിൽ യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമെന്നും സഭ എടുക്കപ്പെടും എന്നും പറഞ്ഞാൽ ഈ 2 കൂട്ടർക്കും ഉള്ള ആർഗ്യുമെൻറ്റിൻ്റെ വാക്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് അങ്ങനെ ആയേക്കാം. ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ആണെന്ന് പറയാൻ ഞാൻ ആരുമല്ല. സ്വർഗത്തിൻ്റെ കലണ്ടർ തിരുത്താനോ ഡയറി എഴുതാനോ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഭൂമിയിൽ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അത് ദൈവമായി തീരുമാനിക്കും. പക്ഷെ സൂചനകൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ആദ്യത്തെ 3.5 വർഷം കഴിയുന്നതോടുകൂടെ ഈ ജനവുമായുള്ള നിയമത്തിൽ നിന്ന് ഈ നിയമം കൊണ്ടുവന്നവൻ ഒരു വ്യത്യാസം വരുത്തും. യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കുവാനും അതിനകത്ത് തൻ്റെ ബലി നടത്തുവാനും മറ്റുമൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുകയും അതോടെ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ വെച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് വാക്യങ്ങൾ എടുക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ വെച്ചിരിക്കുക. പക്ഷേ ഇന്ന് ഇസ്രായേലിൽ ദൈവഭക്തി ഉള്ളവരുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. കുറച്ച് ഓർത്തഡോക്സ് ജൂസ് ഉണ്ടെങ്കിലും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അതിലെ ഒരു നല്ല വിഭാഗം. അതിനകത്ത് ദൈവത്തെ പ്രമാണത്തിൽ സേവിക്കുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നല്ല. അവരെ ഒന്നുകൂടെ വീണ്ടെടുക്കാൻ ദൈവം ഒരു വഴിയൊരുക്കും. അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഈ മഹാപീഡന കാലം ദൈവം കൊണ്ടുവരുന്നത്. ഈ പീഡനത്തിനകത്ത് ആദ്യത്തെ 3.5 വർഷം കൊണ്ട് അവരേറെക്കുറെ മര്യാദയ്ക്കാകും. അത് കഴിയുന്നതോടുകൂടെ സ്വർഗത്തിൽ നിന്ന് 2 പ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. മോശയും ഏലിയാവുമെന്ന് അവരെ പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. മോശയും ഏലിയാവും 2 ഒലിവ് വൃക്ഷങ്ങൾ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന 2 അഭിഷക്തന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാണിച്ചുകൊണ്ട് ജനത്തിൻ്റെ ശ്രദ്ധ ക്രിസ്തുവിങ്കിലേക്ക് തിരിക്കുകയും അങ്ങനെ പലരും ക്രിസ്തു ആയിരിക്കും, ഒരുപക്ഷെ നമ്മൾ ക്രൂശിച്ചു കൊന്നവൻ അത് തന്നെ ആയിരിക്കും മശിഹ എന്ന് തിരിച്ച് മാനസാന്തരപ്പെട്ട് അനുദപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഇവിടുത്തെ നിയമം കഠിനമാക്കുന്നത്. ഈ ഗവൺമെൻറ് തന്നെ മശിഹയാണ്, അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയവൻ മശിഹയാണ് എന്നൊരു ധാരണയും ഇസ്രായേലിനുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു അട്ടർ കൺഫ്യൂഷൻ്റെ നടുവിലാണ് യെരുശലേം ദേവാലയത്തിനകത്ത് പണിയപ്പെടാൻ പോകുന്ന യെരുശലേം ദേവാലയത്തിനകത്ത് മ്ലേച്ഛതകൾ ആരംഭിക്കുന്നതും അതുകൊണ്ട് ഇവൻ മശിഹയായിരുന്നില്ല, നമ്മളെ കളിപ്പിച്ചതാണ് എന്ന് അവർ പറയുകയും ഈ 2 പ്രവാചകന്മാരുടെ വാക്കുകൊണ്ട് ജനം മനസ്സിലാക്കുകയും അവർ കൂട്ടമായി അനുദപിക്കുകയും ചെയ്യും. ഈ സമയത്താണ് ഭൂമിയിലുള്ള രാജാവും അല്ലെങ്കിൽ ആ വലിയ ഭരണാധികാരിയും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ പ്രവാചകന്മാരെ, പ്രവചിക്കുന്നവരെ കൊന്നുകളയണമെന്ന് പറയുകയും അവരെ കൊല്ലുകയും ചെയ്യും. വേദപുസ്തകം പറയുന്നത് അവരുടെ ശവം യെരുശലേമിൻ്റെ തെരുവീഥിയിൽ കിടക്കും. യെരുശലേമിൻ്റെ തെരുവീഥിയിൽ കിടക്കുന്ന ആ ശവം ഭൂമിയുടെ സകല ജാതികളും അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കാണും. ഇന്നേക്ക് ഏതാണ്ട് 10,000-2000 വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേലിൻ്റെ ദർശനമൊക്കെ അതിനും ഒരു 600-700 വർഷങ്ങൾക്ക് പുറകിൽ എഴുതിയതാണ്. ആ കാലത്ത് ടെലിവിഷനൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഇത് പറയുന്നത്. എല്ലാം അതിൻ്റെ രംഗത്ത് വന്നു. ഇന്നത് സാധ്യമാണ്. അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആളുകൾ കാണും.
ഒരു 3 ദിവസം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും, ഇവിടെ കയറി വരിക. അവർ മരിച്ചുപോയ ശവങ്ങൾ, 3 ദിവസമായി വഴിയറമ്പിൽ കിടന്നിരുന്ന ശവങ്ങൾ എഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഇതോടെ ജനം പൂർണ്ണമായി വിശ്വസിക്കും. അങ്ങനെ യഹൂദൻ ഉറച്ച നിലവിളിയോടെ ദൈവത്തോടടുത്ത് വരും. പക്ഷേ പ്രശ്നം അടുത്ത 3.5 വർഷം കൂടെ അവർക്ക് തുടരും. ആ സമയം സഭ ഇവിടെ കാണത്തില്ല, സഭ മധ്യാകാശത്തിലായിരിക്കും. അതിൻ്റെ ദിവസങ്ങൾ വളരെ അടുത്തെന്നതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർവും ജാഗരണവുമുള്ളവരായി അധികം ദൈവത്തോട് അടുക്കണം എന്ന് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത്. ഓക്കെ, ആ പ്രഭുവിൻ്റെ പടജ്ജനം ഇത് മുഴുവനും കൂടെ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 2-3 ദർശനങ്ങൾ കൊണ്ട്, കുറേ ദർശനങ്ങൾ കൊണ്ട് ദാനിയേലിന് കാണിച്ചു കൊടുത്തു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം എന്നിവയൊക്കെ വായിക്കുമ്പോൾ ചില രാജാക്കന്മാരെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും കാണാം. ദാനിയേൽ പ്രവാചകന്റെ മുമ്പിൽ ആദ്യം ഈ ദർശനം വരുന്നത് അവരുടെ രാജാവ് കണ്ടു മറന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെ വീണ്ടും ദാനിയേലിന് ദൈവം കൊടുക്കുകയും ഈ ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആ രൂപത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ടും അതിനോട് കളിമണ്ണും കൂടെ ചേർത്ത് നിർമ്മിച്ച ഒരു ബിംബമാണ്. ഈ ബിംബത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ തല ബാബിലോണ്യ ഭരണകൂടത്തെ കുറിക്കുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തെ കാണിച്ചിട്ടില്ല. ബാബിലോൺ ഭരണം മുതലാണ് തുടങ്ങുന്നത്. അതിനു മുന്നമേ ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ബാബിലോണിനെയും 2 കൈ 2ഉം നെഞ്ചും കൂടെ ചേർന്ന് വെള്ളി കൊണ്ടുണ്ടാക്കിയതായി. ആ 2 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന്, 2 രാജ്യത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒന്നായതാണ്. 2 കൈകളും കൂടെ നെഞ്ചോട് ചേർന്ന് വരുന്നത് പോലെ കാണിക്കുന്ന വെള്ളി കൊണ്ടുള്ള രാജ്യം, അത് മെൻഡോ പേർഷ്യൻ സാമ്രാജ്യം. 3-ാമത് വയറ് ബ്രാസ് കൊണ്ട് ഉള്ള ഒരു രൂപമാണ്. ഈ രൂപത്തിനകത്ത് പല ലോഹങ്ങൾ പലതുണ്ട്, ബ്രാസ് കൊണ്ടുള്ളതാണ്. ആ ബ്രാസ് കൊണ്ടുള്ളത് ഗ്രീസിനെയും കാലുകളുടെ ആരംഭ ഭാഗങ്ങളും ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ഇരുമ്പ് കൊണ്ടുള്ള ഭരണം റോമൻ ഭരണത്തെ കുറിക്കുന്നതാണ്. റോമ ഭരണത്തിൻ്റെ അന്ത്യത്തിൽ അവർ 2ആയി പിരിഞ്ഞു. അങ്ങനെ ഒരു അരയിൽ നിന്ന് 2 കാലുകൾ വേർപെടുന്നത് പോലെ റോമൻ ഭരണം 2ആയി മാറി. പക്ഷേ ഈ ആകെയുള്ള ബിംബത്തിൻ്റെ മധ്യഭാഗം റോമൻ ഭരണമാണെന്ന് മറക്കരുത്. വന്നിട്ടുള്ള ഭരണങ്ങളിലെ ഇരുമ്പ് പല്ലുണ്ടായിരുന്ന, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മാറിപ്പോകാത്ത, ഞാൻ അങ്ങനെ പറയുമ്പോൾ റോമൻ ഗവൺമെൻറ് മാറിയില്ലെന്നല്ല, അവരുടെ സമ്പ്രദായങ്ങളിൽ പലതും ഇന്നും ഡീപ്പ് റൂട്ടഡ് ആണ്. അതെല്ലാം ഇന്നും ഉണ്ട്. അത് ഏറ്റവും ബലമുള്ളതും മധ്യഭാഗത്തുള്ളതുമായ ഗവൺമെൻറ് അതായിരുന്നു. അതിൻ്റെ താഴെയോട്ടുള്ളത് കാലുകളായി വളർന്നത്. ഇന്ന് 2 ഗ്രൂപ്പായി, 2 ചേരിയായി ലോകം മാറുകയാണ്. റോമഭരണം മാറി. അത് കളിമണ്ണും ഇരുമ്പും കൂടെ കലർന്നതായിരുന്നു ഒരു ജനായത്ത ഭരണം. വേദപുസ്തകം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്നതായി നീ കണ്ടതിൻ്റെ സാരമോ, മനുഷ്യ ബീജത്താൽ അവർ അന്യോന്യം ഇടകലരും. ആ കാലഘട്ടങ്ങളിൽ അവനവൻ്റെ ജാതി വിട്ടു മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആകെ കൊല വിളിക്കുമെന്നുള്ള കാലഘട്ടത്തിൽ എഴുതുകയാണ്. ഇതെല്ലാം അങ്ങ് മാറും. ജാതി വ്യത്യാസമില്ലാതെ അന്യോന്യം മനുഷ്യബീജത്താൽ അവർ ഇടകലരുന്ന ഒരു കാലമുണ്ട്. മാത്രമല്ല, അതൊരു ജനായത്ത ഭരണമായിരിക്കും. നമ്മൾ ഇന്ന് അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ വേരുകൾ റോമൻ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഇതെല്ലാം കൂടെ വന്നു. ഇങ്ങനെ ഒരു ബിംബമായി ഈ രൂപം കണ്ടു ലോക ഗവൺമെൻറ്റുകൾ മുഴുവനും. എന്നിട്ട് അതിൻ്റെ കാൽ 10 വിരലുകളായി തിരിഞ്ഞിരിക്കുന്ന ഭാഗം, അവിടെ ഒരു കല്ല് വന്ന് ഇടിക്കുകയും, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അതിനെ ഇടിക്കുകയും, ആ കല്ല് ഒരു പർവ്വതമായി മാറുകയും ഈ ബിംബം ധൂളിക്കപ്പെട്ട് അത് പൊടിയായി പോകുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ലോകത്തിൽ വരുവാനുള്ള ഭരണകൂടങ്ങളെക്കുറിച്ചും ഇന്ന് നടക്കുന്ന ജനായത്ത ഭരണത്തിൻ്റെ ഈ അന്ത്യകാലത്ത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരിക. ഇന്ന് ഒരുപാട് ഇലക്ഷനുകളും കാര്യങ്ങളും 2024 ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഇലക്ഷൻ്റെ വർഷമായിരുന്നു. അതിൻ്റെ ഒടുവിൽ നടന്ന ഇലക്ഷനും മറ്റുമൊക്കെ വിശദീകരിച്ചതാണ്. ഇന്ന് പോകുന്നില്ല. കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നത് കണ്ടു. അത് വന്ന് ഇടിക്കേണ്ടടത്തിടിക്കും. ഇത് മുഴുവനും തെറിക്കും. എന്നിട്ട് ആ ഇടിച്ച കല്ല് ഒരു മഹാപർവ്വതമാകും. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു ദൈവശക്തി കാണും. ഈ വന്നൊരു കല്ല് വന്ന് ഇടിക്കുന്നത് കണ്ടതോ, വരുവാനുള്ള കാര്യം സ്വർഗസ്ഥനായ ദൈവം ഇനി ഒരിക്കലും ഇളകാത്ത ഒരു സാമ്രാജ്യം തനിക്ക് വേണ്ടി സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. ആ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടണം. അതാണ് ഏറ്റവും ഒടുവിലായി നടക്കേണ്ടത്. അന്ന് മുതലുള്ള കാലഘട്ടങ്ങളെ ജാതികളുടെ കാലം എന്ന് വിളിക്കും.
ജാതികളുടെ ചക്രവർത്തിമാരിൽ രണ്ടുപേരിരിക്കുന്ന ഒരു ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വെരി ഫെയിൻ്റ് ആണ്, എങ്കിലും നമുക്ക് കാണാം. അവന്മാരുടെ ഹെയർ സ്റ്റൈലും മുടിയുടെ സ്റ്റൈലും വട്ടികൾ മീശയുടെ സ്റ്റൈലും ഒക്കെ ഒന്ന് കണ്ടോണം. ഇതൊക്കെയായിരുന്നു പഴയ രാജാക്കന്മാർ. എന്തുകൊണ്ട്? അവരവർ സേവിച്ചിരുന്ന അവരവരുടെ ഡൈറ്റുകളുടെ രൂപം അതായതിനാൽ ആ രാജ്യങ്ങൾ മുഴുവനും അത് ചെയ്തിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് എൻ്റെ കുഞ്ഞുങ്ങളെ ചൊവ്വേ നടക്കണേ എന്നൊക്കെ പറയുമ്പം ഇതിനകത്തൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ദൃശ്യവും അദൃശ്യവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജാതീയ ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്നു. അവരുടെ കാലത്ത് അതിനെ ജാതികളുടെ ഭരണകാലമെന്നാണ് കർത്താവ് പറയുന്നത്. ജാതികളുടെ കാലം തികയണം. BC 606 ജാതികളുടെ കാലം ആരംഭിച്ചു എന്ന് പൊതുവെ പുസ്തകം പഠിക്കുന്നവർ പറയുന്നു. BC 606 യെരുശലേമിനെ ജാതികൾ ഭരണം തുടങ്ങിയതോടുകൂടെ ജാതികളുടെ കാലം ആരംഭിച്ചു എന്ന് പറയുന്നു. ഇത് തീരുന്നത് വരെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 യേശു പറയുന്നത് ഈ കാലം തീരും. ഇത് തീരുന്നത് എന്നാണ്? യേശുവിൻ്റെ മടങ്ങിവരവോടെയാണ്. അല്ലെങ്കിൽ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ഈ ബിംബത്തെ അടിച്ച് തകർക്കുന്നത് വരെയാണ്. എൻ്റെ അഭിപ്രായത്തിലും വിശ്വാസത്തിലും ഇതുവരെ ന്യായമായും ആരും അതിനെ എതിർത്തിട്ടുമില്ല. UNO ആയിരിക്കണം ആ അന്തിമ ഭരണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തന്നെ പൊതുവെ അങ്ങനെ പറയാനേ ഒക്കത്തുള്ളൂ റാദർ പൊതുവെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തന്നെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, പക്ഷെ അതിൻ്റെ ആന്തരിക ഭരണഘടനയിലുണ്ട് വീറ്റോ പവറുമൊക്കെ ചിലർക്കുണ്ട്. അവർക്കതിന്മേൽ ചിലർക്കൊക്കെ അധികാരം കൂടുതലുണ്ട്. എല്ലാവരുടെയും കൂടെ അന്നൊക്കെ പറഞ്ഞാലും ഒന്നുമല്ല. ഞാനതുകൊണ്ട് പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലോകം മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഒരു ഗവൺമെൻറ്റിനെ രൂപീകരിക്കുകയും എതിർ ക്രിസ്തു അതിൻ്റെ മേൽ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. അഥവാ ഇൻഫ്ലുവൻസ് അതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. UNO ആയിരിക്കും എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. UNOയുടെ ഫോർമേഷനെ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 2 മൃഗങ്ങളെ കാണാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. 100 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ എടുത്ത് ലഭിക്കാവുന്ന ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ചെക്ക് ചെയ്ത ശേഷമാണ് ഞാനും ഈ പൊതുസ്ഥലത്ത് ഇത് പ്രസംഗിച്ചു തുടങ്ങിയത്. എന്നേക്കാൾ മുമ്പേ പ്രസംഗിച്ചവരുണ്ട്, അവരെന്നേക്കാൾ അറിവുള്ളവരാണ്. മാത്രവുമല്ല, ഓരോ തലമുറയിലും സത്യത്തിൻ്റെ സൂചനകൾ നൽകുന്ന ശുശ്രൂഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിൻ്റെ സൂചനകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവരുന്ന പഠനം എൻ്റേതായി കൊണ്ടുവന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല. പകരം അറിവുള്ളവരിൽ നിന്നും കേട്ടതും അത് ചരിത്രം എന്നെക്കൊണ്ട് കഴിയുള്ളിടത്തോളം നോക്കിയപ്പോൾ ശരി എന്ന് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ കാണാം. അതിനകത്ത് ഒരു മൃഗം 2 കൊമ്പുള്ള ഒരാട്ടുകൊറ്റന്. ഈ ആട്ടുകൊറ്റൻ്റെ കടമ 2 ശക്തികളെ ഒരുമിച്ച് ചേർക്കുകയാണ്. അതാ 2 കൊമ്പുകൾ. ബ്രിട്ടനും അമേരിക്കയുമാണ് അന്നുള്ളതിൽ ശക്തിയുള്ളത്. ഇവരെ 2 പേരെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് UNO ആരംഭിക്കുന്നത്. മെയിൻ റോപ്പ് ഹോൾഡേഴ്സ് അവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരെ 2 പേരെയും കൂടെ ഒരുമിച്ച് ചേർക്കേണ്ടതിന് വേണ്ടി ഇടത്തുള്ളതിനെയും വലത്തുള്ളതിനെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരാട്ടുകൊറ്റനുണ്ട്. ഇവൻ്റെ പ്രത്യേകത, ഇവൻ്റെ കാഴ്ചയിൽ ഇവൻ വെറും ആടാണെങ്കിലും സംസാരിക്കുമ്പോൾ ഈ പുള്ളി ഭയങ്കര ഗൗരവമാണ്. ഉഗ്രഭാവത്തോടെ അവൻ സംസാരിക്കും. അവൻ്റെ ശബ്ദം സർപ്പത്തെ പോലെ സംസാരിക്കുന്നവനാണ്. കോപിഷ്ഠനാണവൻ, ഭയങ്കര കോപിഷ്ഠനാണ്. ഒത്തിരി കാര്യങ്ങൾ അത് ഞാനിവിടെ നിൽക്കുന്നില്ല. ഇവരെ തമ്മിൽ ചേർത്തുകൊണ്ട് 1945 രൂപീകരിക്കപ്പെട്ടതാണ് UNO. അതായിരിക്കും ലോകത്തിൻ്റെ ഭരണം കൺട്രോൾ ചെയ്യുന്ന പ്രധാന ഏരിയ എന്ന് ഞാൻ കരുതുന്നു. അല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. ഇനിയും അത് വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ തുടങ്ങുന്നത് ബ്ലഡ് മൂണിൻ്റെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞിട്ട് അത് ഒത്തിരി വിശദീകരിച്ചതാണ്. ബ്ലഡ് മൂൺ ആകാശത്ത് ഉദിച്ച് നിൽക്കുമ്പോൾ അത് ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ മുകളിൽ ഉയർത്തി നിൽക്കും. അമേരിക്കയുടെ മുകളിൽ ബ്ലഡ് മൂൺ ഉദിച്ച് നിൽക്കുമ്പോഴാണ് ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് ചില തീരുമാനങ്ങൾ UNO എടുക്കുന്നത്. ഒരു വാചകം കൂടെ റിമൈൻഡറിന് വേണ്ടി പറയട്ടെ. ബ്ലഡ് മൂണുമായി ഇതിന് ഒത്തിരി ബന്ധമുണ്ട്. കാര്യം യോവേലിൻ്റെ പ്രവചനം പറഞ്ഞു, ചന്ദ്രൻ രക്തനിറമായി മാറുന്നത് ദൈവത്തിൻ്റെ കാലം സൂചിപ്പിക്കേണ്ടതിനാണ്. ദൈവത്തിൻ്റെ കാലം സൂചിപ്പിക്കേണ്ടതിനാണ് ചന്ദ്രൻ രക്തനിറമായി മാറുന്നത്. അന്ന് ഇത് 2025 തോന്നുന്നു. 2015. 2015 ഈ സംഭവം നടക്കുന്നത്. ഇത് സത്യത്തിൽ നടക്കേണ്ടിയിരുന്നത് പാരീസിൽ വെച്ചാണ്. UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസിലാണ്. അവിടെയായിരുന്നു ഈ മീറ്റിംഗ് നടക്കേണ്ടത്. ആകസ്മികം, അത്ഭുതം എന്ന് മാത്രം പറയാം.
പെട്ടെന്ന് പാരീസിൽ ഒരു ഭയങ്കര മഴയും കൊടുങ്കാറ്റും കൂടെ ഉണ്ടായി. ഇലക്ട്രിക്കൽ സപ്ലൈ മുഴുവനും നിന്നുപോയി. അവിടെ വെച്ച് മീറ്റിംഗ് നടക്കാൻ ഒക്കാത്തതിന് വണ്ണം പെട്ടെന്ന് പ്രകൃതി കോപിഷ്ഠമായതിനെ തുടർന്ന് പാരീസിൽ നടക്കേണ്ടിയിരുന്ന മീറ്റിംഗ് വെറും 3 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് അമേരിക്കയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂയോർക്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ. കാര്യം ബ്ലഡ് മൂൺ അവിടെ മാത്രമേ വിസിബിൾ ആയിരുന്നുള്ളൂ, പാരീസിൽ വിസിബിൾ ആയിരുന്നില്ല. ബ്ലഡ് മൂൺ ഉദിച്ചു നിൽക്കുന്ന ഇടത്ത് ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ച് നടക്കേണ്ടതിന് UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച്, അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഇത് നടക്കേണ്ടതിന് വേണ്ടി അവർ തീരുമാനിച്ചു. അന്ന് 2015 സെപ്റ്റംബർ മാസം 25-ാം തീയതി അവർ ചില പ്രധാന അജണ്ടകൾ ഉണ്ടാക്കി. അതിൽ ഇന്ന് വാലിഡായി നിൽക്കുന്നത് 2030 ആണ്, അജണ്ട 2030. അതിനകത്ത് പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ 2030 ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. 2, ഒരു വൺ വേൾഡ് റിലിജിയൻ ഉണ്ടാകണം. എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റ് റിലിജിയൻ എന്നുള്ളതിലാണ്. കാര്യം ഞാൻ ഒരു റിലിജിയസ് പ്രീച്ചറായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു വൺ വേൾഡ് റിലിജിയൻ ഉണ്ടാകണം. വൺ വേൾഡ് കറൻസി ഉണ്ടാകണം. അതിൻ്റെ ഗതികൾ ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൺ വേൾഡ് മിലിറ്ററി കാണണം. അങ്ങനെ പലതുമുണ്ട്. ഇതവർ തീരുമാനിച്ചു. ട്രീറ്റി 2 2015 സെപ്റ്റംബർ 25 ID ചിപ്പ് ഉണ്ടാക്കുന്ന കാര്യവും മറ്റുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒരു യൂണിക് നമ്പർ കൊണ്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം. 666 എന്നൊരു നമ്പർ ഇതിനുണ്ടായിരിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. ഇത് നടക്കണം. ഇതെല്ലാം അവർ തീരുമാനിച്ചു. ഇനിയും ഈ സിസ്റ്റം ഇന്നേക്ക് ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുൻപേ വന്നതാണ്. നിമ്രോദ് ചക്രവർത്തിയായി വാഴിക്കപ്പെടുന്ന കാലത്ത് ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണമെന്നും അതിൻ്റെ സിസ്റ്റം ഇന്നതാണെന്നും നിയമിക്കപ്പെടുകയും അതിൻ്റെ ചിഹ്നം അന്ന് കാണുകയും ഇന്ന് ജാതികളുടെ കാലം മുഴുവനും അത് അന്തർലീനമായി കിടക്കുകയുമാണ്. അത് കിടപ്പുണ്ട്. ഇത് എഴുന്നേറ്റ് വരണമെങ്കിൽ അതിനകത്ത് 3-4 കൂട്ടം ഘടകങ്ങൾ വേണം. 3 ഏരിയ വളരെ സ്പെസിഫിക്കായി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ട്രയൂൺ നേച്ചർ ഓഫ് ആൻഡ് ക്രൈസ്റ്റ്. ഇത് ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചതാണ് വർഷങ്ങൾക്ക് പുറകിൽ. 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വേണം ആൻഡ് ക്രൈസ്റ്റ് ഉണ്ടാക്കുവാൻ. ഇതൊരു സിസ്റ്റം പണ്ടേ കിടപ്പുണ്ട്. ഒന്നാമത്തേത്, ഒരു ബീസ്റ്റ്, ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. ഒരു ആരെയും ശ്രദ്ധിക്കാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. ഒരു മാനുഷിക കൺസിഡറേഷനും ഇല്ലാത്ത, ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. അതുകൊണ്ട് അത് നടക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടേ നടക്കത്തുള്ളൂ, റോബോട്ട്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതാണ് വരാൻ പോകുന്നത്. 1, ഇതിന് യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ആയിരിക്കണം. ഷുഡ് ബി സ്ട്രോങ്, കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ. 2, ഒരു ഫോൾസ് പ്രോഫറ്റ്. വേറൊരു ഭാഷയിൽ അതിനെ മഹാവേശ്യ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു കള്ളപ്രവാചകൻ എന്നൊരിടത്ത് വിളിക്കുന്നുണ്ട്. ഇത് മതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഏക ലോക ഭരണം, റിലിജിയൻ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിൽ വൺ വേൾഡ് റിലിജിയൻ ഉണ്ടാകണം. ഒരു ഡ്രാഗൺ അഥവാ ദ സൈറ്റൻ ഇതിൻ്റെ മുമ്പിൽ ഭരണം ഏറ്റെടുക്കണം. അവൻ്റെ ഭരണം ഭൂമിയിൽ എത്തിക്കേണ്ടതിന് വേണ്ടി അവൻ ഏലിയൻസിനെ ഉപയോഗിക്കുമെന്ന് ഞാൻ നീണ്ട വർഷങ്ങളായി പറഞ്ഞു. ഇന്ന് ഒന്നുകൂടെ തൊട്ട് എളുപ്പം അങ്ങ് പോകും. ഒത്തിരി പേര് അതിനെതിരെ സംസാരിച്ചു. ഐ നെവർ കെയർ. പറയുന്നത് എത്ര പേര് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വിഷയമല്ല. ആരെയും അംഗീകരിപ്പിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല. പറയാനുള്ളത് മുഴുവനും പറയുക, വേണ്ടവരെടുക്കുക, നരകത്തിൽ പോകേണ്ടവൻ പോകുക. ഇതിൽ കവിഞ്ഞൊന്നും പറയാനില്ല. വെളിപ്പാട് പുസ്തകം 16:13 അൻ അൺക്ലീൻ സ്പിരിറ്റ് ലൈക്ക് ഫ്രോഗ്. അതൊരു പ്രത്യേക ടേമ. തവളയെപ്പോലിരിക്കുന്ന ഒരശുദ്ധാത്മാവ് പുറപ്പെടുന്നത് കണ്ടു. ഈ അശുദ്ധാത്മാക്കളെ കുറിച്ച് വേറൊരു ഭാഷയിൽ ഏലിയൻസിനെ കുറിച്ച് ശാസ്ത്രലോകം ഒരു പഠനം നടത്തിയ കൂട്ടത്തിൽ അതിലെ 1ാമത്തെ കാറ്റഗറിയെ റെപ്റ്റേലിയൻ കാറ്റഗറി എന്നവർ വിളിക്കും. ഇഴജന്തുക്കളുടെ രൂപത്തിലുള്ള ഔവ്വായെ കബളിപ്പിക്കേണ്ടതിന് വേണ്ടി വന്ന പാമ്പ് അതിലെ 1ാമത്തെ മാനിഫെസ്റ്റേഷനാണ്. റെപ്റ്റേലിയൻ ഗ്രൂപ്പ് എന്നവരിതിനെ വിളിക്കും. തവളയുടെയും പാമ്പിൻ്റെയും തല ഏറെക്കുറെ ത്രികോണയാകൃതിയിലായതുപോലെ ഏറെക്കുറെ ത്രികോണയാകൃതിയിലുള്ളതായ ഒരു തലയാണ് റെപ്റ്റേലിയൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1ാമത്തെ പ്രത്യേകത. ഏലിയൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളും അവരാണെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. എങ്ങനെ ശാസ്ത്രലോകം ഈ നിഗമനങ്ങളിലെത്തി? ഏലിയൻ അബ്ഡക്ഷൻസ് ധാരാളം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് അതായത് ആളെ അജ്ഞാത ശക്തികൾ എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയുള്ളവരെ പലരെയും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അജ്ഞാത ശക്തികൾ പൊക്കിക്കൊണ്ട് പോയവരിൽ തിരിച്ചു കിട്ടിയവരായ
2000-ഓളം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവർ കണ്ട കാര്യങ്ങൾ അവരുടെ വായിൽ നിന്ന് കേട്ടതിനെ തുടർന്ന് ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർ ഛായാചിത്രങ്ങൾ വരച്ചതാണ് ഏലിയൻസിൻ്റെ പടങ്ങൾ പുറത്തു വരുന്നത്. ആരും നേരിട്ട് കണ്ടവർ വരച്ചതല്ല, ഛായാചിത്രങ്ങൾ കണ്ടവരുടെ വിശദീകരണത്തിൽ നിന്നും വരച്ചതാണ് ആ പടങ്ങൾ പുറത്തു വരുന്നത്. വിശദീകരണങ്ങൾ അവർ കൊടുത്തതാണ് എന്ന് തുടങ്ങാം. ഇന്നവിടുന്നൊക്കെ മാറി ശാസ്ത്രലോകത്തിന് ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ദെൻ കംസ് എ ഡ്രാഗൺ. ഇവർ കൊണ്ടുവരുന്ന ഒരു ഭരണാധികാരിയായി ഒരു ഡ്രാഗണെ നമുക്ക് കാണാം, ഒരു സർപ്പത്തെ നമുക്ക് കാണാം. അത് സാത്താനെ നേരിട്ട് കാണിക്കുന്ന കാര്യമാണ്. 3 പേരുടെ വായിൽ നിന്ന് തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ ഈ ഡ്രാഗന്റെ നേതൃത്വത്തിൽ ചാടിയിറങ്ങി വന്നു എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ റെപ്റ്റേലിയൻ ഫോഴ്സസ് ഈ 3 പേരെ ഉപയോഗിക്കും. ആരെ? വ്യാജ മതത്തെ, അതായത് കള്ളപ്രവാചകനെ, ദെൻ ഗവൺമെൻറ്റിനെ. ഈ മതത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നവരെ ഇവരുടെ ഒക്കെ വായിൽ നിന്ന് റെപ്റ്റേലിയൻ പുറത്തു വരുന്നത് കാണാം. അതിന് അത്ഭുതം ചെയ്യുവാനും കഴിയും. എ ബീസ്റ്റ്, എ ഡ്രാഗൺ ആൻഡ് ഫോൾസ് പ്രോഫറ്റ്. ഈ 3 പേരും കൂടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16:13 ദയവായി വായിച്ചാട്ടെ. ഞാൻ ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കത്തില്ല, ഞാൻ ഒന്നും വായിപ്പിക്കുന്ന പതിവില്ലായിരുന്നു, ഇന്ന് കുറച്ച് വായിക്കാം. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഭാഷ അത് മനസ്സിലാകുന്നവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ല. യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഉപമകൾ പ്രസ്താവിച്ചിരുന്നു. ഉപമകൾ പലർക്കും മനസ്സിലാകാതെ വന്നതുകൊണ്ട് ആളുകൾ ചോദിച്ച്, അങ്ങ് എന്തുവായി പറയുന്നത്? തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലാകും, ബാക്കി ഞാൻ വിശദീകരിച്ചു തരാം. ലോകക്കാരൻ കേട്ടുകൊണ്ട് പോവുകയുള്ളൂ, അവന് മനസ്സിലാകത്തില്ല. ഇത് തിരുവചനത്തിൽ അവിടെയും ഇവിടെയും കാണുന്ന യാഥാർത്ഥ്യമാണ്. ലോകക്കാരന് മനസ്സിലാകത്തില്ല. ഈ 3 പേരുടെ വായിൽ നിന്നാണ് ഈ അശുദ്ധാത്മാക്കൾ ഇറങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞു, ആ കണ്ട ആട്ടുകൊറ്റൻ്റെ പ്രത്യേകത, അവന് വമ്പ് പറയുന്ന ഒരു വായുണ്ട്. അയ്യോ, എൻ്റെ അടുത്തൂടെ വന്ന തട്ടിക്കളി സകലതിനെയും തകർത്തുകളി ഇടോ. യവൻ വിറച്ചായിരിക്കും ഇരിക്കുന്നത്, എന്നാലും എല്ലാത്തിനും തട്ടുമെന്ന് പറയുന്ന ഒരു വമ്പ് പറയുന്ന നാവ് അവനുണ്ട്. അവൻ ദൈവത്തിന് വിരോധമായി വമ്പ് പറയും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, മുന്നോട്ട് പോട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ സ്വന്തമല്ലാത്ത ശക്തി കൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ, മൃഗത്തെ കാണിക്കും. എന്നിട്ട് പറയും, അത് ഇരിക്കുന്നത് മുകളിലുള്ളതായ ഒരു സർപ്പത്തിൻ്റെ ശക്തിയാലാണ്. ഈ സർപ്പത്തിന് 7 തലയും 10 കൊമ്പുമുള്ളതാണ്. 7 തലയും 10 കൊമ്പുമുള്ളതായ ഒരു സർപ്പത്തിൻ്റെ ശക്തിയാണ് ഭരിക്കുന്നത്. ഇനിയും ഭൂമിയിൽ ഒരു മൃഗമുണ്ടായിരിക്കും, അതിനും 7 തലയും 10 കൊമ്പുമുള്ളതായിരിക്കും ആ മൃഗം. ഞാനിതിനെ ഒന്നുകൂടെ തൊട്ടച്ച് മാറിയേക്കാം. ഭൂമിയിൽ ഭരിക്കുന്ന മൃഗം UNO ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് പ്രധാനമായും പണ്ടുണ്ടായിരുന്ന 7 സാമ്രാജ്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമുണ്ട്. അവയുടെ ഭരണ സ്വഭാവങ്ങളും ഭരണ സമ്പ്രദായങ്ങളും ഉണ്ടായിരിക്കും. 10 കൊമ്പുകൾ 10 പ്രധാനപ്പെട്ട രാജ്യങ്ങളെയോ ഭരണാധികാരികളെയോ ചിത്രീകരിക്കുന്നതാണ്. 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗം ഭൂമിയിലും. സ്വർഗത്തിൽ അഗ്നി നിറമുള്ള എന്ന് പറഞ്ഞ്, തീയുടെ നിറമുള്ള എന്ന് പറഞ്ഞാൽ അതേ നിറം, താഴത്തെ മൃഗത്തിൻ്റെ അതേ നിറം ഉള്ള 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗമുണ്ട്, ഒരു ശക്തിയുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. മുമ്പേ ഞാൻ ജാതികളുടെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജാതീയ രാജാക്കന്മാരുടെ ഹെയർ സ്റ്റൈലും മീശയുടെ ശൈലിയും എടുത്തു കഴിഞ്ഞ ശേഷം അവരുടെ വസ്ത്രധാരണവും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. എടുത്ത ശേഷം ഇതെല്ലാം അവരവരുടെ കുലദേവതകളെ ചിത്രീകരിക്കേണ്ടതിനാണ് അവർ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അത് 100% സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വരൂപങ്ങൾ 7ഉം 10ഉം, 7 തലയും 10 കൊമ്പും, അത് തന്നെയാണ് ഭൂമിയിൽ പണ്ടിവരെ നടത്തിയിരുന്ന ശക്തിയാണ് മുകളിലുള്ളത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടും. അങ്ങനെ അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 താഴേക്ക് തള്ളിയിടും. അത് ഞാൻ ഇന്ന് തൊടാനൊക്കത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ ഈ മേളിലുള്ള ഗവൺമെൻറ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ പൈശാചിക ശക്തി തന്നെയായിരിക്കും ഈ ഭൂമിയെ അന്ന് ഭരിക്കുന്നത്. ഓൺ വേൾഡ് ഗവൺമെൻറ് അജണ്ട 2030 എന്നത് ഫോഴ്സിൽ വന്നു. ഇന്ന് അത് ഇൻഫോഴ്സാണ് ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം. ഒരു 1 വേൾഡ് ഗവൺമെൻറ് ആൻഡ് 1 വേൾഡ് റിലിജിയൻ നടക്കുകയാണ്. ഓൺ 25th September 2015
ഓൺ ബ്ലഡ് മൂൺ ഡേ ഇത് പുറത്തു വന്നു. എന്നിട്ട് ഇൻ എ ഹിസ്റ്റോറിക് UN സബ്മിറ്റ് ദ വേൾഡ് ലീഡേഴ്സ് സൈൻ ഫോർ അജണ്ട 2030 എഗെയിൻ 17 നിയമങ്ങളാണ് അതിനകത്തുള്ളത്. വൺസ് അഗെയിൻ ഫൈനലി ഇറ്റ് ഈസ് റിന്യൂഡ് ഇൻ സെപ്റ്റംബർ 2024. 2024 സെപ്റ്റംബറിൽ, നേരെ കഴിഞ്ഞ വർഷം, അന്ന് നമ്മളിവിടെ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം കൂടെ അതിനെ ഊന്നിപ്പറയുകയും അത് രംഗത്ത് വരികയും ചെയ്തു. വിക്കിപീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ഗൗരവമേറിയ വിശദീകരണങ്ങൾ ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറുക. കോംപ്രമൈസ്ഡ് റിലിജിയൻ, ഇതിൻ്റെ ഒരു ഘടകം, കള്ളപ്രവാചകൻ എന്ന പദത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ, എനിക്ക് നേരെ അങ്ങ് ചുരുങ്ങുകയാണ്. കള്ളപ്രവാചകൻ എന്ന വാക്കിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ എ കോംപ്രമൈസ്ഡ് റിലിജിയൻ, ഞാൻ ആദ്യമേ അത് തൊടാൻ കാര്യം, ബിക്കോസ് വി ആർ എ റിലീജിയസ് ബോഡി എന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ, എനിക്കും നിങ്ങൾക്കും, നമ്മൾ ഭൂമിയുടെ ഉപ്പ. ഉപ്പ് കാരമില്ലാതെ പോയാൽ, കോംപ്രമൈസ് ചെയ്താൽ, ഉപ്പിൻ്റെ ആകെ ഗുണം അതിൻ്റെ രസമാണ്, അല്ലെ അതിൻ്റെ ഉപ്പ, അതിൻ്റെ കാരമാണ്, അതിൻ്റെ രസമാണ്. ഉപ്പിന് ഉപ്പ് രസമില്ലാതെ പോയാൽ, എൻ്റെ ദൈവമേ, ഇന്ന് വന്നിരിക്കുന്നത് അതാ. നടക്കുമ്പോൾ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായിരുന്ന സഭയുടെ ഇന്നത്തെ അനുഭവം തിരിഞ്ഞു നോക്കിയാൽ, രോഗശാന്തി ചെയ്യുന്നവനെ കിട്ടിയാൽ വെടിവെക്കാൻ നടക്കുകയാണ് ആളുകൾ. എവിടെയെങ്കിലും അവനെ കണ്ടു കിട്ടിയാൽ നശിപ്പിക്കാൻ നോക്കി നിൽക്കുകയാണ് ഈ തവളകളെ പോലെയുള്ള അശുദ്ധാത്മാക്കൾ. ഇത് കോംപ്രമൈസ് ചെയ്താൽ എവിടെ ചെന്ന് നിൽക്കും? മത്തായി 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടിക്കളവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുകയില്ല. കോംപ്രമൈസ് ചെയ്യരുത്. ഇഫ് യു കോംപ്രമൈസ്, ഉപ്പ് കാരമില്ലാതെ പോകുകയാണ്, ചവിട്ടുകൊള്ളാനല്ലാതെ പിന്നെ അതൊന്നിനും കൊള്ളുകയില്ലാത്ത കാരണം വരികയാണ്. രണ്ടാമത്തെ ഭാഗം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും വിശ്വാസത്തിൽ ത്യാഗമുള്ളവരായി മാറുക. കോംപ്രമൈസ് ചെയ്യുക. വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. ഒന്നാമത് നടക്കേണ്ടത് വിശ്വാസം കുറയുകയാണ്. മറക്കരുത്, ദൈവവചനം തന്നിരിക്കുന്ന ഗൗരവമേറിയ വിശ്വാസ സംഹിത അങ്ങേയറ്റം അപ്ഹോൾഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. ആദ്യമേ ഇതിന് ത്യാഗം സംഭവിക്കണം. ബേസിക് ഫണ്ടമെൻ്റൽ ബൈബിൾ റൂള് മുതൽ പലതിനെയും കോംപ്രമൈസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനം മാറും. നാം മാറാതിരിക്കുവാൻ ഓരോ ദിവസവും ശ്രദ്ധിക്കുക. ആർ വി റിയലി വെയർ വി വെർ കോൾഡ്? നമ്മെ വിളിച്ച ഇടത്ത്, ആ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അങ്ങനെ സംഭവിച്ചാൽ അതിനെ തുടർന്ന് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. പാപം കൊണ്ട് നിറഞ്ഞവൻ വെളിപ്പെട്ടു വരും. 1-2 ഭാര്യമാരുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്, ഞാൻ ക്ഷമിക്കണേ, ദയവായി ക്ഷമിക്കണേ. ട്രിനിഡാഡ് ടൊബാഗോയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, എല്ലാം കൂടെ 17 ദിവസമേ ഞാൻ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. അത് ഒത്തിരി പണ്ടാ. ഇന്ന് അവിടുത്തെ സ്ഥിതികൾ പലതും മാറിക്കാണും. അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന ആശയം ട്രിനിഡാഡിൽ പഠിപ്പിക്കുമ്പോൾ, അന്ന് ഒരു ബിഷപ്പ് സാംലാൽ ഇന്ത്യയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ അടിമകളുടെ കൊച്ചുമക്കൾ അവിടെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് സാംലാൽ എന്ന പേര് അവിടെ വന്നത്. ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ഇന്ത്യൻ വംശജനായ സാംലാൽ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, എൻ്റെ കംപ്ലീറ്റ് ഓർഗനൈസേഷനിൽ ഏക ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയാൻ ഞാൻ ഒരുത്തനേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. ഇറ്റ്സ് എ ലാർജ് ഓർഗനൈസേഷൻ, ഒരുപാട് പേരുള്ള ഓർഗനൈസേഷനാണ്. സാംലാലിൻ്റെ വാചകമാണ്, ഏക ഭാര്യയുടെ ഭർത്താവ് എന്ന പദപ്രയോഗത്തിന് യോഗ്യൻ ഞാൻ ഒറ്റയാളെ ഉള്ള എൻ്റെ ഹോൾ ഓർഗനൈസേഷനിൽ, പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ. ബാക്കി എല്ലാവരും പലരൊക്കെ ഉള്ളവരാണ്. ഞങ്ങളുടെ വ്യാഖ്യാനം, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, സാംലാലിൻ്റെ വാചകങ്ങളാണ്. ഞങ്ങളുടെ വ്യാഖ്യാനം 1 വൈഫ് അറ്റ് എ ടൈം. ഒരാഴ്ചയിൽ ഒറ്റ സ്ത്രീയെ മാത്രമേ ഭാര്യയായി വെക്കാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒരാഴ്ചയിൽ ഒറ്റ പുരുഷനെ മാത്രമേ ഭർത്താവായി വെക്കാനൊക്കത്തുള്ളൂ. അടുത്ത ആഴ്ചത്തെ കാര്യം വേറെ. 1 വൈഫ് അറ്റ് എ ടൈം എന്ന കൺസെപ്റ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒക്കത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ വേറെ ഏതോ ഒരു രാജ്യത്ത് ഒറ്റ പ്രാവശ്യം പോയത്, എവിടെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നുമില്ല, ഏതോ ഒരു രാജ്യത്ത് ഇതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സിൽ തന്നെയാണ്. അന്ന് ആ രാജ്യത്തിൻ്റെ ഒരു ജനറൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് സുനിൽ ഓർക്കുന്നുണ്ടോ? ഡൽഹിയിലുള്ള ഒരു ബ്രദർ ജോർജാണ് ക്രമീകരണങ്ങൾ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ന്യൂജേഴ്സിയിലുള്ള ഏബലാണ് ഇതിന് ടിക്കറ്റ് എടുത്ത് തന്നത്. ഞാനത് അത്രയും കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ഏത് രാജ്യമായിരുന്നു ഞാൻ മറന്നുപോയി.
ജമൈക്കയിൽ ഒരു ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ പോകാനിടയായി തീർന്നു. ആ ജനറൽ കൺവെൻഷനിൽ സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് ദൈവസഭ മാനസാന്തരപ്പെടേണ്ടതിനെക്കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ ജനറൽ ഓവർസിയർ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ മേജർ ചുമതലയിലായിരുന്നു. ആ രാജ്യത്തിൻ്റെ ജനറൽ ഓവർസിയർ ഒരു കോൾ കൊടുക്കുകയും രാജ്യത്തുള്ള പാസ്റ്റേഴ്സ് മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ രാജ്യമായി മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുവാൻ ഒരവസരം ദൈവം തരികയും ചെയ്തു. ഒന്നുമില്ലാത്ത വെറും പാവപ്പെട്ട സാധാരണക്കാരനായ നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ച് ജീവിച്ച എനിക്ക് ചെറുപ്പം മുതൽ ഒരളവിൽ ദൈവകൃപ നിൽക്കുവാൻ കഴിഞ്ഞതിനാൽ ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ വഴികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആ രാജ്യത്തുള്ള പാസ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന്, ജമൈക്കയിലുള്ള പാസ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഉപവാസത്തിന് വേണ്ടി ഒരു ദിവസം വേർതിരിക്കുകയാണ്, അനുതാപത്തിന് വേണ്ടി ഒരു ദിവസം വേർതിരിക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾ യോഗ്യമായി ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച രാജ്യം തീരുമാനമെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് കേരളീയനായ ഒരു ബ്രദർ ജോർജ് അന്ന് കുറച്ച് നാളത്തേക്ക് അവിടെ പോയ ആളാണ്. അതിൻ്റെ ഒരു കിൻപിന്നായി ദൈവം ഉപയോഗിച്ചത്. വേറൊന്ന് MA വർഗീസിനെ ഉപയോഗിച്ചു. ഞാൻ മുമ്പേ പേര് പറഞ്ഞ ചിലരെ, ഇവരെയൊക്കെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു വലിയ അനുതാപത്തിലേക്ക് രാജ്യം വരുന്നതുണ്ട്. എത്ര ദിവസം അനുതാപം നിലനിൽക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വരുന്നതായി ഞാൻ കണ്ടു. ഓക്കെ, ആ അധർമ്മത്തിൻ്റെ മൂർത്തിയായവൻ വെളിപ്പെട്ടു വരും. ഇതെല്ലാം അവർ കോംപ്രമൈസ് ചെയ്യും. ഒക്കേഷണൽ ഡ്രിങ്കിങ് കുഴപ്പമില്ല എന്ന് പറയും. പിക്ചർ സിനിമാശാലയിൽ പോയി കാണത്തില്ലെങ്കിലും വീട്ടിലിരുന്ന് TV കൂടെ കണ്ട തകരാറില്ല എന്ന് പറയും. ഇതെല്ലാം മൊബൈലിൽ കൂടെ കണ്ടാൽ ഇതൊരു സ്റ്റേജ് എല്ലാം വരും. എല്ലാം കോംപ്രമൈസ് ചെയ്യും. ദൈവസഭ ഈ ദിവസങ്ങൾ ഉണർന്നിരിക്കട്ടെ, നാം വീണു പോകരുത്. ഈ വരുന്ന അധർമ്മമൂർത്തിയായവൻ പഴയതും കൂടെ ഓർത്തുകൊണ്ടാണ് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും. ആത്മലോകത്തിലും ഇന്ന് ഒരുപാട് പേര് വന്ന് അവരാണ് നയിക്കുന്നത് എന്ന് പറയും. ആയുസ്സിൽ 5 പേരെ കർത്താവ് കൊണ്ടുവരാത്ത, ജീവിതത്തിൽ ഒരു 10 സഭകൾക്ക് രൂപം കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് പേര് വഴിയെ പോയവനൊക്കെ കണ്ട കോമാളി, ആ പദം വേണം പറയുവാൻ, ദൈവസഭയിൽ കടന്നു വന്ന് എനിക്കാണ് അറിയാവുന്നത്, ഞാനാണ് വിധിക്കേണ്ടത് എന്ന് പറയുന്ന അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ പൂജാ വിഷയമെന്ന്, വർഷിപ്പ് ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും അവൻ രംഗത്ത് വരും. ഏത് കഴിഞ്ഞാൽ, വിശ്വാസത്യാഗം കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. അതാണ് നമ്മുടെ പിവറ്റിംഗ് പോയിന്റ്. ബൈബിൾ കോംപ്രമൈസ് ചെയ്യേണ്ടതിന്, ലോകം കോംപ്രമൈസിലേക്ക് വരേണ്ടതിന്, ഒരു കോംപ്രമൈസ്ഡ് ചർച്ച് ഉണ്ടാകേണ്ടതിന് അടിസ്ഥാനം ബൈബിളാണല്ലോ. ബൈബിളിനെ ഇന്ന് പുതിയ വേർഷനുകളിലേക്ക് മാറ്റുകയാണ്. ഒത്തിരി വേർഷൻസ് ബൈബിൾ ഇപ്പം തന്നെ ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ 20ഓളം ട്രാൻസ്ലേഷൻ, വ്യത്യസ്ത വേർഷനുകൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലുണ്ട്. കാത്തലിക്സിൻ്റേത് വേറെ, പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞേച്ച് AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അടുത്ത ബൈബിൾ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. AI claims to make new Bibles with minimum changes which can accept to everyone. ഏത് റിലീജിയനിലുള്ളവർക്കും അംഗീകരിക്കാൻ കഴിയുന്നത് പോലെ ചില്ലറ ചേഞ്ചുകൾ മാത്രം വരുത്തി, അതാണ് പലരോടും നിയമത്തെ കഠിനമാക്കുന്നതിൻ്റെ ഭൗതിക വശമാണ് നമ്മൾ രാഷ്ട്രങ്ങളിൽ കാണുന്നത്, ആത്മീക വശമാണ് സഭകളിൽ കാണുന്നത്. ബൈബിൾ കൊണ്ട് അതിനെ ഏറ്റവും വേഗത്തിൽ ഒന്നുകൂടെ ക്രോഡീകരിച്ച് ഒരു സമുദായത്തിനും സഭയ്ക്കും സംഘടനകൾക്കും കേടുവരാത്തതുപോലെ ബൈബിളിനെ എഴുതി തീർക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയോ പേരത് വായിക്കാനായിട്ട് വരും. We will have more Bible clubs than churches. ഇന്ന് തന്നെ ബൈബിൾ ക്ലബ്ബുകൾ നമുക്ക് പലതുണ്ട്. ചർച്ചസിൻ്റെ എണ്ണം കുറവാണ്. സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല കവർ ചെയ്യണമെന്നും പുരുഷൻ ചെയ്യരുത് എന്നും പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലാകയാൽ ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്നവരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് മാർത്തോമ സഭയിൽ ഉണർവ് നടക്കുന്ന കാലത്ത് ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിക്കാരും കൂടെ വായിച്ചേ പറ്റൂന്ന്. എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിക്കാർക്ക് വേണ്ടി പ്രത്യേക ലേഖനം, മാർത്തോമയുടെ ഒരു പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് അത്, കോഴഞ്ചേരിക്ക് വേണ്ടി പ്രത്യേക ലേഖനങ്ങളൊന്നും ബൈബിളിലില്ല, കൊരിന്ത്യർക്ക് എഴുതി നിങ്ങൾ വായിച്ചേ പറ്റുള്ളൂ. ഇത് മുഴു സഭകളും വായിക്കാനും അറിയുവാനും ബൈബിളിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് മുതൽ മാറ്റി തുടങ്ങുന്നത്. സ്ത്രീകൾ ലജ്ജാശീലത്തോടുകൂടെ വസ്ത്രം ധരിക്കണം എന്ന ദൈവപ്രമാണത്തെ മാറ്റിക്കൊണ്ട് തോന്നിയതുപോലെ ആകാം എന്ന് പറയുന്നത്, ഞാനത് വിശദീകരിക്കുന്നില്ല. വി ഹാവ് മോർ ബൈബിൾ ക്ലബ്സ് ദാൻ ദ ബൈബിൾ ചർച്ചസ്.
ബൈബിൾ സ്റ്റഡി ആൻഡ് AI ഉപയോഗിച്ച് ബൈബിൾ സ്റ്റഡി. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സഹോദരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന വിഷയം ചർച്ചയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ പവർ പോയിന്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1 മിനിറ്റ് കൊടുത്ത് നടക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, ഇറ്റ് ടുക്ക് ഓൺലി 3 minutes. എനിക്ക് വേണ്ടിയിരുന്ന വിഷയത്തെക്കുറിച്ച് താണ്ട ഒരു പവർ പോയിന്റ് ഞാൻ ഇടുന്നുണ്ടാക്കാൻ 6 മാസം എടുക്കും. കംപ്ലീറ്റും കൂടെ എടുത്ത് AI ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നല്ലേ ഇപ്പോഴേ ഡിലീറ്റ് ചെയ്യുക, മേലല്ല എനിക്കിത് കാണണ്ട. കാര്യം അതിൻ്റെ ആശയമായിരിക്കും ഞാൻ പറയാൻ വരുന്നത്, എൻ്റെ ആശയമായിരിക്കില്ല. ദൈവം എന്നോട് സംസാരിക്കുവാനുള്ള വാതിൽ കൊട്ടിയടച്ച ശേഷം AI എന്നോട് സംസാരിക്കാൻ തുടങ്ങും. AI കൊണ്ട് ബൈബിൾ ഉണ്ടാക്കാമെന്ന് കണ്ടു. കാണുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇന്ന് രംഗത്ത് വരിക ഓൾറെഡി ആയി. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്, ഇന്ന് സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച്, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ആ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് 150 വർഷം കൊണ്ട് ചെയ്യാവുന്ന ജോലി. 150 വർഷം കൊണ്ട് ചെയ്യുന്ന ജോലി എന്തുവാ മോനെ? 1000 ലൈറ്റ് ഇയേഴ്സിന് അപ്പുറത്തുള്ള ഒരു ഗ്രഹം എന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് സാധാരണ കമ്പ്യൂട്ടർ കൊണ്ട് അനലൈസ് ചെയ്യണമെങ്കിൽ 150 വർഷം എടുക്കും. 150 വർഷം കൊണ്ടേ അതിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അത് വെറും 5 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുവാൻ കഴിയും. അത്രയും കപ്പാസിറ്റി ഉള്ളതാണ്. AI ക്വാണ്ടം കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്താൽ ഒരു പുതിയ ബൈബിൾ രൂപം പുറത്തു വരും മിനിറ്റുകൾ കൊണ്ട്. ഇന്ന് അതിനുവേണ്ടി ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുക. കോംപ്രമൈസ് ടു ദ എക്സ്റ്റെൻറ്റ്. വേണ്ടിയ വേർഷൻ വായിക്കുന്നത് ഇന്നത്തെ പതിവാണ്. എന്നാൽ അന്ന് അതിനേക്കാളും അടുത്ത ലെവലിലേക്ക് പോകുകയാണ്. മൾട്ടി റിലീജിയസ് കോൺഫറൻസസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ചിത്രങ്ങൾ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പല മതങ്ങൾ ഒരുമിച്ച് ചേരുവാൻ ശ്രമിക്കുകയാണ്. ഞാനിതിൻ്റെ ഓതർഷിപ്പ് എടുക്കത്തില്ല, അതുകൊണ്ട് കമൻ്റ് ചെയ്യാതെ ഞാനങ്ങ് വിടുക. The Antichrist is a figure in Christian eschatology who is prophesied to oppose Jesus Christ and pretend to be the savior before the second coming. ഇത് വിക്കിപീഡിയയിൽ നിന്നും എനിക്ക് തോന്നുന്ന ആധികാരികമായ സ്റ്റേറ്റ്മെൻറ്റുകളും നിർവചനങ്ങളും തരുവാൻ അവർ ഏറ്റവും പ്രാപ്തരാണ്. അതുകൊണ്ട് ഞാൻ ആ നിർവചനം അവിടെ നിന്ന് എടുക്കുക, ബൈബിൾ ഭാഗമല്ല. എതിർ ക്രിസ്തു എന്നാൽ എന്താണ്? അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാണ് ആൻറ്റിക്രൈസ്റ്റ്. അതിനകത്ത് പറയുന്നത്, ഒന്ന്, ഇവൻ ക്രിസ്തുവിന് വിരോധിയായിരിക്കും. പക്ഷേ ഇവൻ്റെ പ്രിട്ടൻഷനിൽ, ഇവൻ നടിക്കുന്നതിൽ, ഇവൻ അഭിനയിക്കുന്നതിൽ ഇവൻ ലോകരക്ഷിതാവാണ് എന്ന് കാണിക്കും. ക്രിസ്തു വിരോധിയാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ക്രിസ്തുവിൻ്റെ പേരായിരിക്കും എടുക്കുന്നത്. ഇവൻ ക്രിസ്തു വിരോധിയായിരിക്കും. യേശുവിൻ്റെ 2ാം വരവിന് മുമ്പേ നടക്കണം. ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. The term appear in the New Testament in the first and second epistles of John. യോഹന്നാൻ്റെ 1-2 ലേഖനങ്ങളിലാണ് ഇവനെക്കുറിച്ച് കൂടുതലായി പറയുന്നത്. ഇവൻ എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തു എന്നതിൻ്റെ 1ാമത്തെ ടേം അവൻ ദൈവത്തിന് വിരോധിയാണ്. വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദ കൺസെപ്റ്റ് ഓഫ് ദ ആൻറ്റിക്രൈസ്റ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് തീം ഇൻ ക്രിസ്ത്യൻ എസ്കറ്റോളജി റെപ്രസെൻറ്റിംഗ് ദ ഒപ്പോസിഷൻ ടു ക്രൈസ്റ്റ് ആൻഡ് എൻബോഡിയിങ് ദ അൾട്ടിമേറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഈവിൾ. അധർമ്മത്തിൻ്റെ രൂപം ഇവനിലൂടെ കൊണ്ടുവരേണ്ടതിന് ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന രൂപത്തിൽ വേഷം മാറിയ ഒരവതരണമായിരിക്കും. നല്ല ഒരു എക്സ്പ്ലനേഷനാണിത്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്കിങ്ങനൊന്നും പറയാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് അറിയാവുന്നവർ പറഞ്ഞത് ഞാൻ എഴുതിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് മെസ്സേജ് ക്യാൻ ബി സ്ട്രക്ചർഡ് അറൗണ്ട് ദ കീ ബിബ്ലിക്കൽ പാസേജസ് ആൻഡ് തിയോളജിക്കൽ ഇൻസൈറ്റ്സ്. ദൈവവചനത്തിൽ നിന്ന് ഇത് വിശദീകരിക്കുവാൻ കഴിയും. ഇതാണ് ആൻറ്റിക്രൈസ്റ്റ്. സ്പിരിറ്റ് ദാറ്റ് ഒപ്പോസസ് ക്രൈസ്റ്റ്. ഇനിയും എതിർ ക്രിസ്തുവിനെ ഒരു രൂപത്തിൽ കൊണ്ടുവരാൻ പോകുകയാണ്. 1 യോഹന്നാൻ്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല സമയം കഴിഞ്ഞതുകൊണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അന്ത്യനാഴികയ്ക്ക് വേണ്ടി തൻ പ്രവചനാത്മാവിൽ എഴുതിയതാ. പക്ഷേ അന്നത്തേക്ക് ബാധകമല്ല എന്ന് ആരും അറിഞ്ഞില്ല. അന്നത്തേക്കും ബാധകമാണ്, പക്ഷെ ഇന്നത്തേക്ക് ഇത് കൂടുതൽ എന്ന് അന്ന് അറിഞ്ഞില്ല. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നാം അറിയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതുന്ന കാലത്ത്
എതിർ ക്രിസ്തുക്കൾ അനേകർ എഴുന്നേറ്റ് കഴിഞ്ഞു. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരുപാട് പേരല്ല. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആത്മാവിനെ ആവാഹിച്ച ഒരുപാട് പേർ. മനസ്സിലാകുന്നുണ്ടോ? എതിർ ക്രിസ്തു എന്ന് നമ്മുടെ നടുവിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആത്മാവിലാണ്. ഞാൻ വേറൊരാശയം കൂടെ എടുത്തു പറയാം. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിന് മുന്നമേ യോഹന്നാൻ സ്നാപകൻ വരണം. യോഹന്നാനെ കുറിച്ച് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പദം ഏലിയാവിനെ അയക്കുമെന്നാണ്. യോഹന്നാനെ അയക്കുമെന്നല്ല, ഏലിയാവിനെ അയക്കുമെന്നാണ്. സഖരിയ പുരോഹിതനെ ദേവാലയത്തിൻ്റെ അകത്തോട്ട് വിളിച്ച് ഹെബ്രിയേൽ മാലാഖ ഒരു വിശദീകരണം കൊടുത്തേച്ച് പറഞ്ഞു, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരു മകൻ നിനക്ക് ജനിക്കാൻ പോവാ. മോനെ, ഈ ജനിക്കുന്നവനെ നീ യോഹന്നാൻ എന്ന് വിളിച്ചോണം. അദ്ദേഹത്തോട് തീർത്തു പറഞ്ഞു, അവൻ്റെ പേർ നീ യോഹന്നാൻ എന്നിടണം. പക്ഷെ ഇവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏലിയാവിൻ്റെ ആത്മാവാ. ഇതുപോലെ തന്നെ പല പേരുകളിൽ രംഗത്ത് വന്നാലും വ്യാപരിക്കുന്ന ആത്മാവ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ക്രിസ്തുവിനോട് എതിർക്കുന്ന ആത്മാവാണ്. എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്ന ഇൻ എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. 1 യോഹന്നാൻ 2:18 this suggests that while there will be a final antichrist, various individuals and ideologies opposing Christ throughout history. ചരിത്രം മുഴുവനും ക്രിസ്തുവിനെ എതിർക്കുന്ന മറ്റൊരാത്മാവ് വന്നിരുന്നു. അതൊക്കെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാക്കളാണ്. ഞാനതിനകത്ത് 2-3 എണ്ണം ഓടിച്ചു പോകാം. എവിടെ നിർത്തും എനിക്കറിഞ്ഞുകൂടാ. 1-2 വാചകങ്ങൾ ഇന്ന് രാവിലെ പറയണമെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നതും കൂടെ ഞാൻ ഈ കൈക്ക് ഒന്ന് പറയാൻ പോകുകയാണ്. ഓക്കെ, അടുത്തൊരാഴ്ച കൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇവിടെ പല ഭാഗങ്ങൾ വിട്ടുകളയട്ടെ. 2 തെസ്സലോനിക്കർ 2:7-8 വാക്യത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മത്തിൻ്റെ മൂർത്തി ഇങ്ങോട്ട് വരാതെ അതിനെ തടയുന്ന ഒരു ശക്തിയുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ടു അത് പരിശുദ്ധാത്മാവാണ്. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിന് വിരോധമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവർ തമ്മിലാണ് എന്നത്തെയും വാദം. പരിശുദ്ധാത്മാവും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവും തമ്മിൽ എന്നും യുദ്ധമുണ്ട്. ഈ ഭാഗമാണ് തൊടുവാൻ ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ചത്. ഇന്ന് രാവിലെ ആവർത്തിച്ച് ദുരുപദേഷ്ടയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമപ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. അടുത്ത പദമാണ് ഗൗരവമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് ഇടപെട്ടത്. ഒരു 5-6 പ്രാവശ്യം ദൈവാത്മാവ് ഇത് ഇടപെട്ടു. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് ദ്രവ്യാഗ്രഹം ഭയങ്കരമാണ്. നിങ്ങളാണ് അവരുടെ വാണിഭ വസ്തുക്കളായി മാറുന്നത്. അവരുടെ കച്ചവടത്തിന് അവർ ചന്തയിൽ ഉപയോഗിക്കുന്നത് നിങ്ങളെയാണ്. എങ്ങനെ ഞാൻ വിശദീകരിക്കണം? ആദ്യമായി ഒരു മാസികക്കാർ എന്നോടൊരു ഇൻ്റർവ്യൂ ചോദിച്ചു. ഞാൻ അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിൻ്റെ മറുവശം 100% പരാജയമായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആശയങ്ങൾ ഒക്കെ അവരങ്ങ് വിഴുങ്ങിയേച്ച് വേണ്ടാത്ത പദങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞ ആശയത്തിൽ നിന്ന് വിപരീതമായി ഒന്ന് പുറത്തു വന്നു. ഇവരൊക്കെ ക്രിസ്ത്യൻസ് ആണല്ലോ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവർ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവാണ് എന്നെനിക്ക് മനസ്സിലായി. തുടർന്ന് അതിലൊരു സഹോദരൻ എൻ്റെ വീട്ടിൽ വന്ന് ഇനി ഇൻ്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തി. എൻ്റെ വീട് കേരളത്തിൽ. എൻ്റെ വീട്ടിൽ രാവിലെ 6:30 ഒരുത്തം വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു 1,00,000 രൂപ അച്ഛാൻ തരണം. ഞാൻ പറഞ്ഞു, 1,00,000 രൂപ ഞാൻ എന്തിനു തരണം? അല്ലേ ഞാൻ എഴുതും, അച്ഛന് വിരോധമായി എഴുതും, വേണ്ടെങ്കിൽ 1,00,000 രൂപ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ 5 പൈസ ഞാൻ തരത്തില്ല, നീ പോയി എഴുതിയേച്ച് വരാൻ പറഞ്ഞു. അതിനെ തുടർന്നാണ് MA വർഗീസിന് ദുരുപദേശമുണ്ട്, ഇവനെ പെന്തിക്കോസിൽ കയറ്റരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ മഹാനാണ് എഴുതിയത്. എൻ്റെ ഗ്രാമക്കാരനാണ്. വേറെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പ്രസ് കോൺഫറൻസിൽ ഒരാൾ എഴുന്നേറ്റ് എന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എത്ര രൂപ വെച്ച് തരുമെന്ന് പറ. ബാംഗ്ലൂർ സഭയിൽ അന്ന് നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ക്രിസ്ത്യൻ മീഡിയയിൽ നെഗറ്റീവ് പ്രൊപ്പഗണ്ട ഉണ്ടായി.
അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത്. ആ പ്രസ് കോൺഫറൻസിൽ വെച്ച് എന്നോട് ആശയങ്ങൾ ചോദിച്ചു. ആ കൂട്ടത്തിൽ ഒരു പുള്ളി എഴുന്നേറ്റ് പറയുകയാണ്, അച്ഛാ എത്ര രൂപ വെച്ച് തരുമെന്ന് പറ. നമ്മൾ രൂപ അതെന്തെടുക്കാൻ? അത് പറ. കാര്യം മറു സൈഡിൽ നിന്ന് നിങ്ങളെ ടാർണിഷ് ചെയ്ത് കാണിക്കാൻ ഒരു എമൗണ്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തരുമെങ്കിൽ അവൻ്റേതങ്ങ് തിരിച്ചു കൊടുത്തേച്ച് നിങ്ങളുടേതിടാം. ഇല്ലെങ്കിൽ ഇതായിരിക്കും ടാർണിഷ് ചെയ്യുന്നത്. ഇവർ നിങ്ങളെ വ്യാപാരം ചെയ്യും. നിങ്ങൾ അവരുടെ വ്യാപാര ചരക്കുകളായിരിക്കും. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. നാം വാണിഭമാക്കപ്പെടുമോ? ഇന്ന് ആത്മീയരെ നിരൂപിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ വരുന്നത് യൂട്യൂബ് വഴി കുറേ കാശ് കിട്ടാൻ വേണ്ടി മാത്രം. ഒരു പൈസയുടെ യാഥാർത്ഥ്യം ഇതിനകത്തുള്ളതല്ല. ഇവരാരും ഇതൊന്നുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ വ്യാപാരമാകുക. ഒരാളും കൂടി ഇത് കണ്ടു കഴിയുമ്പോൾ നമ്പർ ഓഫ് വ്യൂവേഴ്സ് വർദ്ധിക്കുന്നതനുസരിച്ച് യവന് കാശ് കിട്ടും. നിങ്ങൾ യോവേലിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ദയവായി വായിച്ചാലും, യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം കൂടെ. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. വരുന്ന ആഴ്ച ഞാൻ ഇച്ചിരൂടെ കൂടുതൽ എടുക്കാം. ആ പദങ്ങൾ വിടരുത്, തുടർന്ന് വായിക്കാൻ പോവാം. അവർ ജാതികളുടെ ഇടയിൽ എൻ്റെ ജനത്തെ ഭിന്നിപ്പിച്ചു, അവർ ചെതറിച്ചു. ഇത് പെന്തക്കോസ്തുകാരനെ വിളിച്ചു പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജാതികളുടെ ഇടയിൽ വെച്ച് പെന്തക്കോസിനെ ഇല്ലാതെയാക്കാൻ, ജാതികളുടെ ഇടയിൽ വെച്ച് പരിശുദ്ധാത്മ പ്രവർത്തികളെ നിർത്തിവെക്കാൻ വേണ്ടി ഇവർ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ദയവായി ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും, ഒരു വേശ്യയെ രക്ഷിക്കേണ്ടതിന് എന്റെ ജനത്തിൽ നിന്നൊരു ബാലനെ കൊടുത്തു. മോനെ, നിനക്ക് യൂട്യൂബിൽ 4 റേറ്റിംഗ് കിട്ടേണ്ടതിന് ആത്മീയരെ കശപ്പ് ചെയ്യാതടാ. എതിർ ക്രിസ്തു അത് ചെയ്യട്ടെ. ആത്മീയൻ എന്ന നാമധേയമുള്ളവൻ ദയവായി ഒഴിഞ്ഞു സൂക്ഷിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്ന് മറക്കരുത്. ഒരു വേശ്യയെ രക്ഷിക്കേണ്ടതിന് അവൻ എൻ്റെ ജനത്തിൽ ഒരു ബാലന് വിരോധമായി ചീട്ടിട്ടു. താവോട്ട് വായിച്ചു. ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. എൻ്റെ ജനത്തിൽ ഒരു ബാലകയെ വിറ്റ് അവൻ വീഞ്ഞു കുടിച്ചു. നിനക്ക് കിട്ടുന്ന 10,000 രൂപ $500 ഇതിനു വേണ്ടി അല്ലേ നീ ആത്മീയനെ തൊടുന്നത്? ഇത് എതിർ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് 4-5 പ്രാവശ്യം അത് ആത്മാവിനോട് ഇടപെട്ടത്. ഞാൻ ഇതിനകത്ത് അത് ചേർത്തിട്ട് പോലുമില്ല. എതിർ ക്രിസ്തുവിൻ്റെ ഇടപെടൽ. ഓബദ്യാവിൻ്റെ പുസ്തകം 1 അധ്യായമേ ഉള്ളൂ, 11-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ഓബദ്യാവിൻ്റെ പുസ്തകം 1 അധ്യായമേ ഉള്ളൂ, 11-ാം വാക്യം. സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ, യെരൂശലേമിന് ചീട്ടിട്ട് അതിനെ നശിപ്പിച്ചതുപോലെ, യെരൂശലേമിന്റെ മേൽ ദൃഷ്ടി വെച്ച് അതിൻ്റെ മേൽ എയിം ചെയ്ത് അതിനെ തീർത്ത് കളഞ്ഞതുപോലെ എൻ്റെ ജനത്തെ തീർത്ത് കളയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ, ഞാൻ പറഞ്ഞു എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിലാണ് ശത്രുത്വമുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതെയാക്കുവാൻ, നിർമൂലമാക്കുവാൻ നീ ജനത്തെ നിങ്ങളുടെ വ്യാപാര വസ്തുവാക്കി മാറ്റുകയാ. ജനത്തെ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കുകയാണ്. ഇതോടുകൂടെ ദൈവവും ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ദൈവവും അവരെ നികൃഷ്ട ബുദ്ധിക്ക് അംഗീകരിപ്പിക്കും. തീർത്തും ദൈവത്തോട് അടുത്തിരിക്കാത്ത ഒരാൾ ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ സത്യം ഒരിടത്തും അനീതി അധർമ്മം വേറൊരിടത്തും, ഇത് രണ്ടും കൂടെ കാണുമ്പോൾ അധർമ്മം വിശ്വസിക്കുമാറ് ദൈവം വ്യാജത്തിന് വിശ്വസിക്കുമാറ് ഭോഷ്കിൻ്റെ ആത്മാവിനെ പരടമേലും പകർന്നു.
ഓടുക, രക്ഷപ്പെടുക. യൂദായെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു വിഷയമല്ല. അവന് വേണ്ടത് 30 വെള്ളിക്കാശ. ഇന്ന് പകൽക്കാലം 30 വെള്ളിക്കാശിന് യേശുവിനെ വാണിഭമാക്കിയ ഈ അന്ത്യകാലത്ത്, അന്ത്യ തലമുറയിൽ ഞാൻ പറഞ്ഞു, ഈ വർഷം ആത്മീയർക്ക് നന്നായിരിക്കത്തില്ല. അതിൻ്റെ റീസൺ, അകത്തു നിന്ന് എഴുന്നേറ്റ ശത്രുക്കൾ പരിശുദ്ധാത്മാവിന് വിരോധമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവജനത്തിനും പരിശുദ്ധാത്മാവിനും ആത്മാവിനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും വിരോധമായി സംഘം കൂടുകയും അവർ മാലിന്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ആരുടെയും പേര് തൊടുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ബന്ധമുള്ളവരെ ആരും ഇതിനകത്ത് മിണ്ടുന്നില്ല. ബന്ധമുള്ളവരാരും. എം.എ. വർഗീസിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ നല്ലത് ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നയാള് ഇന്നും പറയും, എല്ലാ ആത്മീയരും പറയും. ഇവിടെ ഒരു പൈസ സ്തോത്ര കാഴ്ച ഇടാത്തവനാണ് കമൻ്റ് എഴുതുന്നത്. മനസ്സിലായോ? ഇവൻ്റെ ഒരു പൈസ ഇവിടെ വന്നിട്ടില്ല. സഭയുമായി ഒരു രീതിയിലും സംബന്ധിക്കാത്തവൻ, സഹകരിക്കാത്തവൻ ആരിവനെ ക്ഷണിച്ചു, ഇവനാണ് കമൻ്റ് ഇടാൻ വരുന്നത്. ഇവന് വൈരാഗ്യമുള്ളത് എം.എ. വർഗീസിനോടല്ല. ഇന്നുവരെ ആരുടെ ഒന്നും കടപ്പെടാത്ത ദൈവം എന്നെ നിർത്തി. ഇന്നുവരെ എന്നോടല്ല, എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവിനോടാ. പി.ജി. വർഗീസിനോടല്ല, അദ്ദേഹത്തെ നടത്തുന്ന പരിശുദ്ധാത്മാവിനോടാ. ഏതൊക്കെ ആത്മീയനുണ്ട്, അവനെ നടത്തുന്ന ആത്മാവിനോടുള്ള കോമൺ അമർഷം ഈ ദിവസങ്ങളിൽ പുറത്തു വരിക. ആത്മീയരെങ്കിലും, എന്നെ കേൾക്കുന്ന ആത്മീയരെങ്കിലും കുറഞ്ഞ പക്ഷം ഈ പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ മടങ്ങിവരവിൽ എടുക്കപ്പെടുന്ന കുറേ പേർ സഭയിൽ വേണം. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ എഴുന്നേറ്റ് വരുന്ന ശത്രു നമ്മെ വാണിഭമാക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, തൃക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. ഒരു നന്മയും ഒരു അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരുവാൻ ഇന്നങ്ങളുടെ ജനത്തെ തൃക്കരങ്ങളിൽ തരികയാ. പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ഈ അന്തിക്രിസ്തുവിൻ്റെ കർത്താവെ, ഈ ആത്മാവിൽ നിന്ന് സഭയെ കർത്താവ് വിടിവിക്കണേ. ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ലോകം എന്തും കാണിക്കട്ടെ കർത്താവെ, അങ്ങയുടെ ജനത്തെ സൂക്ഷിക്കണമേ. യോഹന്നാൻ 17 അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ ഇവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ബെഥയിൽ ദൈവജനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങയുടെ മാർഗത്തിൽ നടക്കേണ്ട വിശുദ്ധരായ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. ശത്രു കാണാതെ ഇവരെ വിടുവിക്കണം കർത്താവേ. ഞങ്ങൾ ദൈവസഭയെ അനുഗ്രഹിക്കുന്നു, ഭാരതീയ സഭയെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരുടെ മേലിരിക്കട്ടെ. മഹത്വം കർത്താവിന്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.